ബസൂക്ക എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയുടെ പേരിനെ ബസൂക്ക എന്ന് മാറ്റി ബസ്സിൽ കഥ പറയുന്ന ഇക്ക ബസുക്ക എന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്തനായ സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്ന അശ്വന്ത് കോക്ക് അദ്ദേഹത്തിൻ്റെ തംബ്ലൈൻ യൂട്യൂബിൻ്റെ തംബ്ലൈൻ ഇട്ടിരിക്കുന്നത് ബസൂക്ക കണ്ടുകൊണ്ട് ഇങ്ങനെയാണ്. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിൻ്റെ ഒരു തംബ്ലൈൻ എടുത്തുകൊണ്ട് പ്രശസ്തനായ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ മറുനാടൻ മാമൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ബസൂക്ക എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായം ഇട്ടിരിക്കുന്നതും അശ്വന്ത് കോക്കിൻ്റെ അതേ തംബ്ലൈൻ തന്നെയാണ്. അത് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ എടുത്തു പറയുന്ന ഒരു കാര്യം, മലയാളത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എക്കാലത്തെയും സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഇത്രയും പ്രായമായിട്ടും സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ 73 വയസ്സ് കഴിഞ്ഞ തന്തയായ അല്ലെങ്കിൽ വൃദ്ധനായ മമ്മൂട്ടി അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ബസൂക്ക. അപ്പോൾ നമ്മൾ ഇത്രയും പ്രായമായിട്ടുള്ള ഈ രണ്ട് വ്യക്തികളുടെ സിനിമകളായതുകൊണ്ട് മാത്രമാണ് നമ്മളും പോയി കണ്ടത് എന്നുള്ളത് മറുനാടൻ മാമൻ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നല്ലിട്ട് വീഡിയോ ആണ്. വീഡിയോയിൽ പറയുന്ന കാര്യം, സിനിമ ബസൂക്ക എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാൽ സിനിമയിലൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നത്, എമ്പുരാൻ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ബസൂക്ക എന്ന് പറയുന്ന ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ ഒരു തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാൽ മൂക്കുന്നുണ്ട്, ഒപ്പം തന്നെ മമ്മൂട്ടിയെയും മൂക്കുന്നുണ്ട്. ആ രണ്ട് അഭിപ്രായത്തോടും അദ്ദേഹം ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രശസ്തനായ നമ്മുടെ റിവ്യൂവർ അശ്വന്ത് കോക്കനെ പൊക്കിയടിക്കുന്നത്, അദ്ദേഹം പറഞ്ഞ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ യാതൊരു പ്രശ്നവുമില്ല, കൃത്യമായ അളന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് റിവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ മാമന് തോന്നി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവരുടെ പല അഭിപ്രായങ്ങളും നമുക്കറിയാം, ഇവർ പല കാര്യങ്ങളെ കുറിച്ചും വിമർശിക്കുന്നതും നമുക്കറിയാം. ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും ഈ പറയുന്ന മറുനാടൻ മാമൻ മമ്മൂട്ടിയെ ചൊറിഞ്ഞു വന്നിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഒക്കെ അവിടെ നിൽക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാളുകളായിട്ട് എമ്പുരാനായിരുന്നു കൊട്ടി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്, വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും അങ്ങനെ പല അഭിപ്രായങ്ങളും സിനിമ. ഇപ്പോൾ ഇത് ബസൂക്ക എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത ഒരു എരയായിട്ട് വന്നിരിക്കുന്നത്. കിട്ടിയ മുതൽ മുടക്ക് അല്ലെങ്കിൽ എത്ര രൂപ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു സിനിമ ലാഭമായോ നഷ്ടമായോ എന്നുള്ള സംസാര വിഷയം വേറൊരു രീതിയിൽ. നമുക്കറിയുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട്, മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് ഏറ്റവും ആദ്യം പറഞ്ഞതും മറുനാടൻ മാമൻ തന്നെയാണ്. ആ മാമനിലൂടെ തന്നെയാണ് ഈ ലോകം മുഴുവൻ ഈ കാര്യം അറിഞ്ഞത്. ഇപ്പോഴും ആ ഒരു കാര്യത്തിന് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് ലോകത്തിൽ നിലനിൽക്കുന്നത്. ആരും തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. മമ്മൂക്ക റെസ്റ്റിലാണെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. അദ്ദേഹം ഏതാ ഷൂട്ടിങ്ങിലേക്ക് വരാൻ പോവുകയാണ്, പുതിയ പടങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ബസൂക്ക വന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പുറത്താണ്. ഇനിയിപ്പോൾ അടുത്ത സിനിമ വന്നാലും അതിൻ്റെ പുറത്ത് തന്നെയായിരിക്കും. പറയുന്നവർ പറഞ്ഞോട്ടെ, സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും, സിനിമകൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരും, അതുപോലെ തന്നെ സിനിമകളും നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, സിനിമ നല്ല രീതിയിൽ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അശ്വന്ത് കോക്കിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് വിലയിരുത്താൻ സാധിച്ച മറുനാടൻ മാമനും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.